വിജയുടെ പടത്തിലെ നടൻ ടൈൽസ് പണി ചെയ്യുന്നു എന്നും പറഞ്ഞൊരു ന്യൂസ്. നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല പുലിക്കാലങ്ങളിൽ നമ്മൾ ടൈൽസ് ഇട്ട സ്ഥലത്ത് പോയിട്ട് നമ്മൾ ടൈൽസ് ഇട്ട റൂമിൽ പോയിട്ട് നമ്മൾ താമസിക്കുന്നു. ഞാൻ കിട്ടിയില്ല ചുമര് അതിങ്ങനെ വെട്ടി തുറക്കണം. കൈയുടെ ഇവിടെ എല്ലാം അടി കൊണ്ട് ചുറ്റിയൊക്കെ അടി കൊണ്ട് ഒരു പരുവാകും. എൻ്റെ ലൈഫിൽ ആദ്യത്തെ ടേണിംഗ് പോയിന്റ് ആ പടം തന്നെയാണ്. 3 സെക്കൻഡില് 3 പെൺകുട്ടികളുടെ പേര്. പിന്നെ ഈ റാണി ബിന്ദു 3 പേര് അറിയാവുന്ന ഒന്ന്. താരക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം, പിന്നെ ഇഷ്ടപ്പെട്ട ആർട്ടിസ്റ്റ്. എൻ്റെ പേര് പറയല്ലേ. ഒരുപാട് ആൾക്കാർ ചോദിക്കാൻ ആഗ്രഹിച്ച ചോദ്യമാണ്. എഡിച്ചത് കളയുമെന്ന് എനിക്കറിയാൻ പറ്റില്ല. ചിലപ്പോൾ ഉല്ലാസമായിരുന്നു ഇഷ്ടപ്പെടില്ല ചോദിക്കുന്നത്. എന്തോ ചേട്ടനായിരുന്നു ആ ഷോ കൊണ്ടുപോയി നടന്നു വെച്ചത്. ആ പരിപാടി തന്നെ ആ ചേട്ടൻ്റെ പേരെല്ലാം അറിയപ്പെട്ടത്. എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരൊക്കെ അതിൽ ജഡ്ജായിട്ട് ഇരിക്കുന്നുണ്ട്. ചേട്ടൻ അവരുടെ മുന്നിലും കളിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം പറഞ്ഞു. ചേട്ടൻ എന്തെങ്കിലും പറയാനുണ്ട്? പിന്നെ എല്ലാം തികഞ്ഞവരൊന്നും അല്ലല്ലോ. ഉല്ലാസേട്ടനും ടീമും ഇവിടെ തന്നെ ഉണ്ട്. സോ വെൽക്കം ടു വൈറ്റ് ഗോൾഡ് പ്രസൻസ് സിറ്റ് അപ്പ് വിത്ത് ലക്ഷ്മി, പവർഡ് ബൈ ഗുലാബി ബൈ ലക്ഷ്മി നക്ഷത്ര. റിയൽ ലൈഫിൽ ഒരു ടൈല് പണിക്കാരനായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് ടീമിന്റെ ജീവിതം എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഞാൻ എവിടെയോ വായിച്ചു കേട്ടിട്ടുണ്ട്, ടീം ടൈല് വിരിച്ച 5 സ്റ്റാർ ഹോട്ടലിൽ അവിടുത്തെ സ്വീറ്റ് റൂമിൽ ടീം ഗസ്റ്റ് ആയിട്ട് പോയിട്ട് സ്റ്റേ ചെയ്തിട്ടുണ്ടെന്ന്. ആ ലൈഫ് എടുത്തല്ല. ഞാൻ പണ്ട് ഏതോ ഒരു വീഡിയോയില് അന്ന് ഏതോ ഒരു വിജയുടെ പടം റിലീസാകുന്ന സമയത്ത് ഒരു ന്യൂസിലൊരു ഏതോ ന്യൂസ് ചാനലിലൊരു റിപ്പോർട്ട് വന്ന വിനീഷിനെ കുറിച്ചാണ് വന്നത്. വിജയുടെ പടത്തിലെ നടൻ ടൈൽസ് പണി ചെയ്യുന്നു എന്നും പറഞ്ഞൊരു ന്യൂസ്. വിജയ് ചിത്രം തെരിയിൽ വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ച് താരമായിരിക്കുകയാണ് ഫോർട്ട് കൊച്ചിക്കാരൻ ബിനീഷ് ബാസ്റ്റിൻ. 11 വർഷമായി വിജയുടെ പടം ഇപ്പൊ ഇറങ്ങിയിട്ട്. ഞാൻ അന്ന് ആ ന്യൂസ് വന്നന്ന് പണി നിർത്തിയതാ. ഞാൻ മെയ്സിനായിരുന്നു. ഞാൻ ഒരുപാട് വർഷം വർക്കിന് പോയിട്ടുണ്ട്. എൻ്റെ അങ്കിള് ചേട്ടന്മാരാണ് എന്നെ പണി പഠിപ്പിച്ചത്. ചിരിക്കാത്ത മുഖമായിരുന്നു. ചിരിക്കാത്ത മുഖമായിരുന്നു, ക്രൂരനായിരുന്നു. ആ കാലത്ത് ഒരുപാട് കോളേജുകളിലും 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ ഞാൻ ടൈൽസ് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല പുലിക്കാലങ്ങളിൽ എന്തെങ്കിലും കാലത്ത് നമ്മൾ ടൈൽസ് ഇട്ട സ്ഥലത്ത് പോയിട്ട് നമ്മൾ ടൈൽസ് ഇട്ട റൂമിൽ പോയിട്ട് നമ്മൾ താമസിക്കുന്നു. അത് ഞാൻ എൻ്റെ റിയൽ ലൈഫിൽ സംഭവിച്ചതാണ്. ദൈവം അല്ലേ, ഭാഗ്യം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലൈഫ് എന്ന് പറഞ്ഞാൽ എൻ്റെ സ്കൂൾ കാലവും ടൈൽസ് പണിക്ക് പോയ കാലമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് എനിക്ക് സമ്പാദ്യമൊന്നുമില്ല. അതെന്നറിയോ, അത് അവൻ പറഞ്ഞ ഒരു കാര്യം കറക്റ്റ് കാര്യമാണ്. അറിയാം, നമ്മൾ കഷ്ടപ്പെട്ട് വന്ന് നമ്മളൊരു വലിയ വേറൊരു ലെവലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാലം അവരുടെ ആ കഷ്ടപ്പെട്ട കാലം. എനിക്കത് തന്നെ ഇപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ആ പഴയ കാലമാണ് എനിക്ക് ഇഷ്ടം. ഞാൻ ഒരു സമ്പാദ്യമില്ലാത്ത മനുഷ്യരായിരുന്നു ആ കാലത്ത്. അതെന്നുണ്ടെങ്കിൽ പണിക്ക് പോയി കിട്ടുന്ന പൈസ ആ സമയത്ത് ഞാൻ മെയ്സന ആയിരുന്ന സമയത്ത് എനിക്ക് 900 രൂപ കൂലിയുള്ളൂ. ഞാൻ ആഴ്ചയിൽ 4 ദിവസം പണിക്ക് പോകുള്ളൂ. ആ സമയത്ത് കൊച്ചിയിലൊക്കെ അങ്ങനെയാണ്. പോകാൻ നേരത്ത് ശനിയാഴ്ചയാണ് കൂലി മേടിക്കണത്. ശനിയാഴ്ച കൂലി മേടിച്ചിട്ട് അപ്പോൾ കുറച്ച് പൈസ കിട്ടുള്ളൂ. 900 രൂപയിൽ പറ്റിയാശൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് 20 രൂപയ്ക്ക് പണിക്കാം. ഞാൻ 30 രൂപ ആദ്യകാലങ്ങളിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പൈസ മേടിച്ചിട്ട് അമ്മച്ചിക്ക് കുറച്ച് പൈസ കൊടുക്കുള്ളൂ. ആകെ 12,500 കിട്ടുള്ളൂ. എന്നാലും ഒരു 1000 രൂപ അമ്മച്ചിക്ക് കൊടുക്കും. അമ്മച്ചി അതിൻ്റെ പകുതി പൈസ എടുത്തിട്ട് എനിക്ക് വന്നിട്ട് പറയും ഇറച്ചി പോയി മേടിച്ചിട്ട് വന്ന് പറയും. ഞങ്ങളെല്ലാവരും ഒന്ന് ഭക്ഷണം കഴിച്ചിട്ട് അന്നൊക്കെ തന്നെ കൂട്ടുകാർ ഒരുപാട് പേരുണ്ട്. കലിങ്ങിൻ്റെ അന്ന് ഞായറാഴ്ച കലിങ്ങിൻ്റെ അവിടെ പോയിട്ട് വർത്താനം പറഞ്ഞ് സംസാരിക്കും. അടിക്കണ ആൾക്കാരും തന്നെ അടിക്കില്ലായിരുന്നു. ഞാൻ പിരിവിട്ടിട്ട് ഏതെങ്കിലും കല്യാണങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്ന സമയത്ത് ഞായറാഴ്ചത്തെ കല്യാണം കൂടിയ ക്ഷീണം തിങ്കളാഴ്ച പണിക്ക് പോകില്ല ഞങ്ങളാരും. അത് കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച ആകുമ്പോൾ 5 പൈസ കയ്യിലുണ്ടാവില്ല. അപ്പോൾ അമ്മച്ചിയാണ് പൈസ ഉള്ള ആള്. അമ്മച്ചിയുടെ 10 രൂപ മേടിച്ചിട്ട് ബസ്സിൽ പോകും. ചിലപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി ബസ്സിൽ ടിക്കറ്റ് കൊടുക്കൂല. ചിലപ്പോൾ ആ പൈസക്ക് 10 രൂപയ്ക്ക് ചായ കുടിച്ചിട്ട് പണിക്കേറിയിട്ട് അവിടെ നിന്ന് ഒരു 100 രൂപ പറ്റിയാശി കിട്ടും. തിരിച്ച് വീട്ടിലേക്ക് വരും. അന്ന് നമുക്ക് സമ്പാദ്യമില്ല. അന്ന് ചോറ് കെട്ടി കൊണ്ടുപോകും. ഞാൻ ചോറ് കിട്ടുന്ന ഒരു വലിയൊരു സൈറ്റ് ആയിക്കോളൂ. അതിൽ കൽപ്പണിക്കാർ, മരപ്പണിക്കാർ, ടൈൽസിൻ്റെ പണിക്കാർ, പെയിൻറ്റർമാർ എല്ലാവരും ഉണ്ട്. ഉച്ച സമയമാകുന്ന നേരത്ത് ഞങ്ങൾ ഇതുപോലത്തെ ഫ്ലോർ എന്ന് പറഞ്ഞാൽ അടുക്കള ഫ്ലോറിൽ എല്ലാവരും കൂടി തുടച്ചിട്ട് അവിടെ ഇരിക്കും. വാഴലയിൽ ചോറ് കൊണ്ടുവരുന്ന ആൾക്കാരുണ്ടാവും. ടിഫിൻ ബോക്സിൽ ചോറ് കൊണ്ടുവരുന്ന ആൾക്കാരുണ്ടാവും. അതിൽ 2-3 പേര് ചോറില്ലാതെ വന്ന ആൾക്കാരുണ്ടാവും. ഇതിങ്ങനെ പൊട്ടിച്ചിട്ട് ഉച്ച സമയത്ത് ഒരു മണം വരും ആ ചോറിൻ്റെയും എല്ലാ കറികളുടെയും. ഇതിൻ്റെ അടപ്പില്ലേ, ചോറുമാത്തിൻ്റെ അടപ്പെടുത്ത് വെച്ചിട്ട് ചോറില്ലാത്ത ആൾക്കാർക്ക് ഞങ്ങൾ ചോറ് വീതം വെക്കും. പല കറി ആയിക്കോളൂ. എൻ്റെ വീട്ടിലെ കറി എൻ്റെ അമ്മച്ചി ഉണ്ടാക്കുന്ന കറി എല്ലാവർക്കും ഇഷ്ടമാണ്. അമ്മച്ചി ഒരു ഉപ്പുമാങ്ങ ഉണ്ടാക്കും. ആ സമയത്ത് ഉപ്പുമാങ്ങ ചാലിച്ചിട്ട്
അപ്പോൾ എല്ലാവരും ആ ഉപ്പുമാങ്ങ എടുക്കാൻ വേണ്ടി പറയും. അതിൽ എല്ലാ വിഭാഗത്തിലെ ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ അതിലുള്ളത് റസാക്ക് ഉണ്ടാവും, കൃഷ്ണൻകുട്ടി ഉണ്ടാവും, ചിലപ്പോൾ ജോസഫ് ഉണ്ടാവും. എല്ലാവരും കൂടി എന്നാണ് ഭക്ഷണം കഴിക്കണം. ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഒരു മണിക്കൂർ ഇരുന്ന് ഉറങ്ങാൻ ഞങ്ങൾക്ക്. ആ ഉറക്കം മതസൗഹാർദ്ദ സമ്മേളനത്തിന് പോകുമായിരുന്നു. ഇല്ല ആ സമയത്ത് ആർക്കും ആരെയായിട്ട് വഴക്കില്ലെന്ന് ഞാൻ പറഞ്ഞതാ. 1 മണിക്കൂറാക്കിയിട്ട് ഉറക്കില്ല, ഉറക്കം കഴിഞ്ഞിട്ട് പിന്നെ പണിക്ക് കയറും. അപ്പോൾ ആ ഒരു ലൈഫ് എനിക്ക് കയ്യിൽ പൈസ ഇല്ലാതിരിക്കുന്ന ആ സമയത്ത് 2 കല്യാണം കൂടുതലുണ്ടെങ്കിൽ ഒരു പെരുന്നാൾ പെട്ടെന്ന് വന്നിട്ടുണ്ടെങ്കിൽ ജീൻസ് ഷർട്ടൊക്കെ പുതിയ എടുക്കാനായിട്ട് നമ്മുടെ സ്വന്തമായിട്ട് പൈസ ഉണ്ടാവില്ല. ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് എടുക്കുമായിരുന്നു ആ സമയത്ത്. ആ ഒരു കാലഘട്ടം ഇപ്പം എനിക്ക് തോന്നുന്നത് ഫ്രീ അടിക്കുകയല്ലേ അല്ല. അതല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടം പഴയ കാലം ഞാൻ പറഞ്ഞതാ. ഇപ്പൊ ടീം ടൈല് പണിക്കാരനായിരുന്നെങ്കിൽ ഉല്ലാസേട്ടൻ എന്തൊക്കെ ജോലി എടുത്തിട്ടുണ്ട് ലൈഫിൽ? ഞാന് ഈ ഭിത്തിയില്ലേ ചുമര് വയറിങ്ങിന്റെ പണി പഠിക്കാനായിട്ട് പോകുമ്പോൾ നമുക്ക് ആദ്യം തരുന്ന വയറെടുത്തിട്ട് ഫേസ് ന്യൂട്രും കൂടെ കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞ് തരത്തില്ല. കുറേ നാൾ നമ്മൾ ഭിത്തി അടിക്കണം. അങ്ങനെ വയറ് പോകേണ്ട വഴിയില്ലേ, അതിങ്ങനെ വെട്ടി തുറക്കണം. കൈയുടെ ഇവിടെ എല്ലാം അടി കൊണ്ട് ചുറ്റിയൊക്കെ അടി കൊണ്ട് ഒരു പരുവാകും വൈകുന്നേരം. എത്ര വയസ്സിലാ? 20-22 വയസ്സൊക്കെ ആയപ്പോഴാണ്. പിന്നെ പ്ലംബിങ്ങിന്റെ പണി പിന്നെ ഞാൻ IT പഠിച്ചതാ. എനിക്ക് പ്ലംബിംഗ് എന്ന് പറയാൻ അറിയാൻ പറ്റില്ല. ITC പറഞ്ഞു കേക്കട്ടെ. പ്ലംബിംഗ് ITC പറഞ്ഞേ. പൈപ്പ് പണി. ഇംഗ്ലീഷ് പറയൂ. പ്ലംബിംഗ് പറഞ്ഞത് ചേട്ടാ. പ്ലംബിംഗ് ശരിക്കും അല്ല, എനിക്ക് ശരിക്കും അത് പറ്റില്ല. പ്ലംബിങ്ങും വയറിങ്ങും പഠിക്കാനായിട്ട് ഒരാളുടെ കൂടെ പോയി. അപ്പൊ ഈ വയറിങ്ങിന്റെ ഭയങ്കര പണി എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. നമുക്ക് ഈ വയർ 10-15 വയർ കാണും ഒരു സ്വിച്ച് ബോർഡിനകത്ത് വന്ന് കിടക്കും. ആ പണി ഒന്നും മനസ്സിലായി. പിന്നെ ഞാനെന്ത് ചെയ്യുന്നത്, ഇതിനകത്ത് അങ്ങ് തിരിഞ്ഞു കേട്ടോ. പ്ലംബിങ്ങിന്റെ പണി പിന്നെ കുറച്ച് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും പെട്ടെന്ന്. പിന്നെ ഞാൻ കുറച്ച് ITC പഠിച്ചിട്ടുണ്ടായിരുന്നു. ITC പ്ലംബിംഗ് ആയിരുന്നു പഠിച്ചത്. അതുകൊണ്ടുള്ളതുകൊണ്ട് പിന്നെ ആദ്യം അത് പണി ചെയ്തു. ആ പണി കഴിഞ്ഞിട്ട് പിന്നീട് കുറേ നാൾ കഴിഞ്ഞ് പിന്നെ ഈ ട്രൂപ്പിലൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ഗ്യാപ്പിൽ ഞാൻ പെയിൻറ്റിങ്ങിൻ്റെ പണി, ഹൗസ് പെയിൻറ്റിങ്, അതായിരുന്നു സ്ഥായിയായിട്ട് പിന്നുള്ളൊരു പണി. പെയിന്ററായിരുന്നു. എല്ലാ മിമിക്രിക്കാരും പെയിന്റേഴ്സാണ് കൂടുതൽ. കുടുംബം വെളുപ്പിക്കുന്ന പണിയായിരുന്നു അല്ലേ? അതെ. പെയിന്റ് പണിക്ക് പോകുന്ന സമയത്തും ഉള്ളിൽ ഈ ഒരു മിമിക്രി ഉണ്ടോ? ഉണ്ട്, ആഗ്രഹമുണ്ട്. എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു കല മിമിക്രി ആയിരുന്നു. അന്ന് എടുത്തിരുന്ന ശബ്ദമൊക്കെ ഏതായിരുന്നു? ആരുടെ ആയിരുന്നു മാസ്റ്റർ പീസ്? അന്നൊന്നും അങ്ങനെ ചെയ്യത്തൊന്നുമില്ല. ഇല്ല. ഇത് കാണാൻ പോകും, എവിടെ ഉണ്ടെങ്കിലും കാണാൻ പോകും. പിന്നെ കാസറ്റ് എൻ്റെ കൂട്ടുകാരൊക്കെ മേടിക്കും. ഈ ഓണത്തിനിടയ്ക്ക് പുട്ട് കച്ചവടം, മാവേലി കൊമ്പത്ത്, അതൊക്കെ ഓണത്തിനൊക്കെ ആണല്ലോ ഇതിറങ്ങുന്നത്. അപ്പോൾ അവരുടെ വീടുകളിൽ പോയിരുന്നതൊക്കെ കേൾക്കും. പിന്നെ ഞങ്ങളുടെ ക്ഷേത്രങ്ങളിൽ മിമിക്രി ഉണ്ടെങ്കിൽ മിമിക്സ് പരേഡ് എന്ന് പറയുന്നത്, അത് കാണാൻ പോകുമായിരുന്നു. അപ്പോഴുള്ളിൽ ഈ കല കിടക്കുക. അങ്ങനെയാണ് ചെറിയ പരിപാടികൾ ചെയ്ത് അന്ന് ഞാൻ പറഞ്ഞ ആദ്യം 20 രൂപയാണ് മിമിക്രിയിൽ നിന്ന് കിട്ടിയ വരുമാനം. 20 രൂപ 20 രൂപ തുടങ്ങിയതാണ്. അങ്ങനെയാണ് ഞാൻ മിമിക്രി ആയത്. ഞാൻ പിന്നെ അത് വിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ അത് വിട്ടില്ല, വേറെ പണിക്ക് പോയില്ല. അതിനകത്ത് പിടിച്ചു നിന്നത് കൊണ്ട് കുറേ ദൂരം പോകാൻ പറ്റി. ഞാൻ 30 രൂപക്ക് ജോലിക്ക് നിന്നിട്ടുണ്ട്. ഞാൻ 100 രൂപയ്ക്ക് 30 രൂപക്ക് തന്നെ ഈ മണല് ചാക്കിലെടുത്തിട്ടേ സിമെന്റ് പിന്നെ പ്ലാസ്റ്റിക് ചാക്കിൽ ഈ പരിക്കൻ കൊടുക്കാൻ വേണ്ടിയുള്ള മണല് പൊക്കത്ത് 5ാം നിലയിൽ ഷോൾഡറിൽ ചുവന്നിട്ട് അന്ന് ഭയങ്കര ആരോഗ്യമാണ്. ഞാൻ 10ാം ക്ലാസ് എൻ്റെ എക്സാം കഴിഞ്ഞിട്ട് ഞാൻ ഈ പണിക്കൊക്കെ പോയത്. ഞാൻ ഓടിൻ്റെയൊക്കെ പണിക്കൊക്കെ പോകുന്നു, ഓട് മേയണ പണിക്ക് ഹെൽപ്പറായിട്ട്. അന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ പോയാലാണ് നമുക്ക് ബുക്ക് മേടിക്കാനും അതിനൊക്കെ പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ ദാരിദ്ര്യമായിരുന്നു വീട്ടിൽ, അതുകൊണ്ടാണ് അങ്ങനെ പണിക്ക് പോയത്. സ്റ്റാർ മാജിക്കും വിജയ് സാറിൻ്റെ പടമില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വെള്ളിയാഴ്ച ദിവസം തിരിഞ്ഞു നോക്കാനാണെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും എറണാകുളത്ത് ഏതെങ്കിലും വീട്ടിൽ നിന്ന് ടൈൽസ് ഇപ്പോൾ ഒന്നും ആയില്ലെങ്കിൽ ടൈൽസ് ഒട്ടിക്കേണ്ട ആളാണ് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു വലിയ ഭാഗ്യമാണ് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇത് ഇങ്ങനെ വന്നിങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടിക്കൊക്കെ ഒരു കൂലിപ്പണിക്കാരനെ ഇത്ര ഉദ്ഘാടനത്തിന് വിളിക്കണത് എനിക്കൊന്ന് കേരളത്തിൽ ആദ്യമായിട്ടായി ഒരു. എത്ര ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടോ? ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഏകദേശം ഉദ്ഘാടന റെക്കോർഡ് നോക്കാനാണെങ്കിൽ ചിലപ്പോൾ അത്രയും ചെയ്തിട്ടുണ്ട്. ഞാൻ ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാനിങ്ങനെ നടന്നു വെച്ച ഒരാൾ ഇത്ര ഉദ്ഘാടകനായിട്ടൊക്കെ എന്നെ വിളിക്കണം. ചെറിയ പൈസ ആണെങ്കിലും നമുക്ക് ഒരു ഉദ്ഘാടകൻ എന്ന് പറയുമ്പോൾ അന്നത്തെ സ്റ്റാറാണ്.
ആ ഒരു ഫംഗ്ഷനിൽ. അപ്പം അങ്ങനെ രശ്മി ഒരുപാട് പോയിട്ടുണ്ട്, ഇല്ലാത്തായിട്ട് തന്നെ ഒരുപാട് പോയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര താഴെക്കിടയിൽ നിന്ന് വന്ന ഒരാളാണ്. അയാൾ ഇങ്ങനെ പറയുമ്പോൾ എനിക്കൊരു പ്രൗഡ്. കൂലിപ്പണിക്കാരാണ് നമുക്കും. ശരി, ഇനി ഒരു കുട്ടി ടാസ്ക് നമ്മൾ കൊടുക്കാൻ പോവാണ് കേട്ടോ. ഈ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 സെക്കൻഡ് മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. അതായത് 5, 4, 3 അങ്ങനെ. ഞാൻ പെട്ടെന്ന് ചോദിക്കുന്ന കാര്യങ്ങൾ ആലോചിച്ചിട്ട് അതിനുള്ള മറുപടി തന്നാൽ മതി. ഒന്നുമില്ല ഉല്ലാസേട്ടാ. 5 സെക്കൻഡില് M വെച്ച് തുടങ്ങുന്ന 5 കറികളുടെ പേര്. മാമ്പഴ പുളിശ്ശേരി, ആഹാ. മട്ടൻ കറി, മപ്പാസ്, മുരിങ്ങത്തീയൽ. ആ, ഓക്കെ, ശരി, ഓക്കെ, ഫൈൻ. 4 സെക്കൻഡില് 4 മലയാളം വാക്കുകൾ കോമഡി ചേട്ടനെ വിജൃംഭിച്ചിട്ടുള്ള 4 വാക്കുകൾ. മലയാള ഭാഷയുടെ പിതാമഹോ, അറഞ്ചം പുറഞ്ചം, പൊന്നടവേ, ഓക്കെ, ശരി. 3 സെക്കൻഡില് 3 പെൺകുട്ടികളുടെ പേര്. മിനി റാണി ബിന്ദു. ഓക്കെ, അറിയാവുന്ന വരാം. 2 സെക്കൻഡ്. 2 പന്തളത്തെ ഫേമസ് പേഴ്സണാലിറ്റീസിന്റെ പേര് പറയാം. പന്തളം സുധാകരൻ, പന്തളം ബാലൻ. അപ്പോഴും ഉല്ലാസ് പന്തളം എന്ന് പറഞ്ഞില്ല കേട്ടോ, ചേട്ടന്റെ പേര് പറഞ്ഞു. ശരി, 1 സെക്കൻഡ്. ഇഷ്ടപ്പെട്ട ആർട്ടിസ്റ്റ്. എന്റെ പേര് പറയല്ലേ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഫഹദ് ഫാസിൽ. ഓക്കെ, ബിനീഷ് ഫാസിലിലേക്ക് വരികയാണ്. 5 സെക്കൻഡ്. 5 വിജയപ്പടം. തെരി, പോക്കിരി, തുള്ളാതവനാൻ തുള്ളു, നമ്മുടെ വേട്ടക്കാരൻ, പുലി. ഓക്കെ. കഴിഞ്ഞ ദിവസേ വിജയുടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ്, തലയുവ നീങ്ക താ എന്നോട് നമ്പർ, നിങ്ങളാണ് എന്നെ ഇതുവരെ എത്തിച്ചെന്ന്. അതെ, എനിക്ക് മനസ്സിലാകുന്നില്ല, സത്യമാണത്. സത്യമാണ്. എന്റെ ലൈഫില് ആദ്യത്തെ ടേണിംഗ് പോയിന്റ് ആ പടം തന്നെയാണ്. സീമന്റെ കൂടെ അഭിനയിച്ച ആളാ. പിറ്റേ ദിവസം ഇട്ട് കളഞ്ഞത്. ആ സമയത്ത് തീരാൻ നോക്കിയിരുന്നു പോസ്റ്റ് ചെയ്ത്. വൈറലായിരുന്നു. എത്ര ന്യൂസ് ചാനൽ ഇന്റർവ്യൂ എടുത്തു അല്ലെ. ശരി, 4 സെക്കൻഡ് 4 മീനിന്റെ പേര് സ്പീഡില്. ചാള, അയില, പിലോപ്പി, കറൂപ്പ്. 3 സെക്കൻഡ്. ഇടാൻ പോണ കുട്ടികളുടെ പേര്. 3 കുട്ടികളുണ്ടാവാം. ബെനഡിക്റ്റ്, ലൂയിസ്, കോൺസ്ലാഹോസ്. കോൺസ്ലാഹോസ് ഇംഗ്ലീഷ് നെയിമാണ്. അല്ല, 3 ആൺകുട്ടികളാണ് ടീം അങ്ങനെ തീരുമാനിച്ചു. അതെ, 3 ആൺകുട്ടികളാണെന്ന് ടീം തീരുമാനിച്ച. അങ്ങനെ തീരുമാനിച്ച ഒരിക്കലും നമുക്ക് പെൺകുട്ടികളാണെങ്കിൽ ശരിക്കും ഞാൻ മേരി, മേരി, എലിസബത്ത്, മറിയം. ഓക്കെ. 2 മേക്കപ്പ് ഐറ്റംസ്. 2 അറിയുന്നത് ഐഷാഡോ, അമ്പട, ലിപ്സ്റ്റിക്. ലിപ്സ്റ്റിക്. ഓക്കെ. താരക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം. മനസ്സിലാക്കി കളഞ്ഞു. താരക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം. നുണ പറയുന്നത്. വേണ്ടോളം പറയാറുണ്ടോ? മനുഷ്യനല്ലേ, സാഹചര്യം പറഞ്ഞു പിടിച്ചിരിക്കണ്ടേ. പക്ഷെ ഒക്കെ പിടിക്കുന്നു. പക്ഷെ എല്ലാം പിടിക്കുന്നുണ്ട് അല്ലേ. കുത്തി പറയുന്നു. കൊറേ വിശേഷങ്ങൾ നമ്മൾ പറഞ്ഞു. ടീമിന്റെ പ്രേക്ഷകര് ടീമിന്റെ ഒരു പാട്ടിന് വേണ്ടി കാത്തിരിക്കും അല്ലേ ഉല്ലാസേട്ടാ? തീർച്ചയായിട്ടും. 2 ചെറിയ പാട്ടുകൾ. ഒന്ന് ഞാൻ പറഞ്ഞപ്പോ എന്നെ 5 പാടിക്കാന്നുണ്ട് എന്നെ വിളിച്ചത് ഈ പരിപാടിയില്. ഇത് കഴിഞ്ഞിട്ട് ഇടക്കിടക്ക് ചോദിക്കുന്നുണ്ട് പാട്ട് പാടിക്കണേന്ന്. അപ്പോഴേക്കും ആ ഒരു ഗുണ്ട പുറത്ത് വരണുണ്ടോ? പുറത്ത് ചാടുകയാണ്. ഹേ ഗുണ്ട, ഞാൻ പാട്ട് പാടുക പറച്ചില്ലല്ലേ. കുഞ്ഞു കുട്ടികള് വരെ ടീമേ എന്ന് വിളിച്ചിട്ട് നമ്മള് ഒരുമിച്ചൊക്കെ പോണ സമയത്ത് ടീമിന്റെ കട്ടൻ ചായ പാട്ട് അങ്ങനെയൊക്കെ ഒരുപാട് പാട്ടുകൾ വൈറലായിരുന്നു. ഗൾഫിൽ പോലൊക്കെ ആൾക്കാർ ഇഷ്ടമാണ് പാട്ടുകൾ. ഇപ്പൊ കട്ടൻ ചായയും കുമ്പളങ്ങിക്കായലൊക്കെ ഇന്ന് മാറ്റി പിടിക്കാം. ഇപ്പൊ ഉദ്ഘാടന വേദിയിലൊക്കെ പോയിട്ട് റീൽസ് ഒക്കെ വരുമ്പോൾ പറയുന്നത് മാറ്റാറായില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് ആൾക്കാർ. എന്നാലും മാറ്റാറായാലും ആൾക്കാർ ചെല്ലുമ്പോൾ കട്ടൻ ചായയും കുമ്പളങ്ങിക്കായാലും ഫോട്ടോ വെച്ചിയൊക്കെ പാടാൻ പറയണത്. പണ്ട് മണിച്ചേട്ടനോട് പറയുന്ന പോലെ. ഞാൻ അങ്ങനെ ഇത് പറഞ്ഞില്ലട്ടാ. അങ്ങനെ അല്ല, മണിച്ചേട്ടനൊക്കെ എവിടെ കിടക്കുന്നത്, ഞാൻ എവിടെ കിടക്കുന്നത്. അപ്പൊ അമ്മച്ചിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ അമ്മയാണ് താരം എന്ന് പറഞ്ഞ ഒരു പാട്ട് കുറച്ചുണ്ടാക്കിയിട്ടുള്ളു, ബാക്കി ഉണ്ടാക്കാൻ പോണേ ഉള്ളൂ. പാടിക്കോട്ടെ. ഗുരുവേ. ഇപ്പൊ ഒരു റാപ്പിന്റെ ഒരു കാലഘട്ടമാണ്. അപ്പൊ ഞാനൊരു പറച്ചിലാണ് അമ്മച്ചിനെ. വേടനെ കെട്ടിക്കും. വേടൻ നല്ല കലാകാരനാണ്. വേടനായിട്ട് നല്ല കമ്പനിയാന്ന് കമ്പനിയാ.
ഏടൻ നമ്മളെപ്പോലത്തെ സാധാരണക്കാരനാണ്, ഒരു ഫയറാണ്. അതിൻ്റെ റോൾ മോഡൽ അമ്മച്ചിയാണ്. അമ്മച്ചി വീഡിയോ തീർത്തിട്ടാണ് ഞങ്ങളെ വളർത്തിയത്. അമ്മച്ചിയുടെ എപ്പോഴും ഞാൻ പറയും, അമ്മച്ചിക്കൊരു കൂനുണ്ട്. അത് അമ്മച്ചി ചെറുപ്പത്തിലെ ഓലപ്പലയായിരുന്നപ്പോൾ വീടി തീർക്കും. ഞങ്ങൾ ഉറങ്ങുമ്പോൾ അമ്മച്ചി ഉറങ്ങാതിരുന്ന്, അന്നത്തെ കുടിൽ വ്യവസായമാണ് വീടി ഇറപ്പ്. വീടി തീർത്തിട്ട് ഇങ്ങനെ വെളുപ്പിന് വരെ ഇരുന്ന് വീടി ഇറക്കും. സ്കൂളിൽ പോയിട്ട് വന്നിട്ട് ഞങ്ങൾ വീടി കൊണ്ട് വിൽക്കണത്. അപ്പം അമ്മയാണ് താരം എന്നൊരു പാട്ട്. അമ്മയാണ് താരം, ജീവിതത്തിൽ അമ്മയാണ് താരം. അമ്മ വീട് തീർത്ത് വിറ്റ് എന്നെയൊക്കെ നോക്കി, ഒരു നേരം ഭക്ഷണത്തിന് കഷ്ടപ്പെട്ടു ഞങ്ങൾ. കുഞ്ഞുനാളിൽ ഞാൻ അങ്ങ് കൽപ്പണിക്ക് പോയി, വയറിൻ്റെ വിശപ്പ് മാറ്റി ഞാനും എൻ്റെ അമ്മ, എൻ്റെ അമ്മച്ചി. അവിടെ ലെങ്ങ് ജിമ്മുകളിൽ ഓഡിഷന് പോയി, കിട്ടിയ ചാൻസ് ഗുണ്ടയായി പല പല സിനിമയിൽ നടന്മാർ സിനിമയിൽ ഓടിച്ചിട്ട് തല്ലുകൊണ്ട് എത്തിയത് വിജയുടെ തെരയിൽ. വിജയുടെ അമ്മയാണ് താരം, ജീവിതത്തിൽ അമ്മയാണ് താരം. അമ്മ വീട് തീർത്ത് വിറ്റ് എന്നെയൊക്കെ നോക്കി, ഒരു നേരം ഭക്ഷണത്തിന് കഷ്ടപ്പെട്ടു ഞങ്ങൾ. കുഞ്ഞുനാള് ഞാൻ അങ്ങ് കൽപ്പണിക്ക് പോയി, വയറിന്റെ വിശപ്പ് മാറ്റി ഞാനും എൻ്റെ അമ്മ, എൻ്റെ അമ്മച്ചി. താങ്ക് യു. കഞ്ഞിപ്പാട്ടും കൂടെ ഉണ്ടല്ലോ, 30 സെക്കൻഡിന്റെ പാട്ട്. കഞ്ഞിപ്പാട്ടോ? കഞ്ഞി പഴങ്കഞ്ഞി കുടിക്കുമല്ലോ നമ്മള്. അപ്പൊ ഇങ്ങോട്ട് വന്നപ്പോ ഇതൊക്കെ ഗോഡ്വിനാണ് നമുക്ക് ചെയ്തു തന്നത്. പെട്ടെന്ന് ഉണ്ടാക്കിയതാ, ഇവിടെ നിന്നുകൊണ്ടാണ്. സഹദേവൻ എന്ന് പറയുന്ന മൂലംകുഴി ഗോഡ്വിൻ പെട്ടെന്ന് ഒരു പാട്ടോണെന്ന് പറഞ്ഞപ്പോൾ ഈ നിന്നപ്പം ഉണ്ടാക്കി തന്നതാ. പഴങ്കഞ്ഞി എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ പഴങ്കഞ്ഞിനെ കുറിച്ചൊരു പാട്ട്. പഴങ്കഞ്ഞി കുടിച്ചോ, പഴങ്കഞ്ഞി കഴിച്ചോ, പഴയ പോലെയല്ല നമ്മുടെ പഴങ്കഞ്ഞി. പഴങ്കഞ്ഞി കുടിച്ചോ, പഴങ്കഞ്ഞി കഴിച്ചോ, പഴയ പോലെയല്ല നമ്മുടെ പഴങ്കഞ്ഞി. പഴയ കഞ്ഞി പഴങ്കഞ്ഞി, മലയാളികളുടെ പഴങ്കഞ്ഞി. ഉള്ളിയും മുളകും ചേർത്തരച്ചു പഴങ്കഞ്ഞിയിൽ ഇളക്കി കുഴച്ച് തിന്നാം പഴങ്കഞ്ഞി, കുടിക്കാം പഴങ്കഞ്ഞി, തിന്നാം പഴങ്കഞ്ഞി, കുടിക്കാം പഴങ്കഞ്ഞി. പഴങ്കഞ്ഞി കഴിച്ചോ, പഴങ്കഞ്ഞി കുടിച്ചോ, പഴയ പോലെയല്ല നമ്മുടെ പഴങ്കഞ്ഞി. പഴങ്കഞ്ഞി കുടിച്ചോ, പഴങ്കഞ്ഞി കഴിച്ചോ, പഴയ പോലെയല്ല നമ്മുടെ പഴങ്കഞ്ഞി. പഴയ കഞ്ഞി പഴങ്കഞ്ഞി, മലയാളികളുടെ പഴങ്കഞ്ഞി. ഉള്ളിയും മുളകും ചേർത്തരച്ച് പഴങ്കഞ്ഞിയിൽ ഇളക്കി കുഴച്ച് കഴിക്കാം പഴങ്കഞ്ഞി, കുടിക്കാം പഴങ്കഞ്ഞി, കഴിക്കാം പഴങ്കഞ്ഞി, കുടിക്കാം. പ്രതീക്ഷിച്ച പോലെ അല്ല കേട്ടോ, ഒരു മാറ്റവും ഇല്ല. മാറ്റമില്ല, താളം പക്ക അതേപോലെ തന്നെ, പഴങ്കഞ്ഞി തന്നെ. അപ്പൊ ഒരു വരിക്കകത്ത് വേണ ഒരു വ്യത്യാസം വരും. പറഞ്ഞു. പഴങ്കഞ്ഞിയെ കുറിച്ച് പറയുമ്പോൾ ആറിയ കഞ്ഞി പഴങ്കഞ്ഞി എന്നും പറഞ്ഞു. അതർത്ഥ ഇനി ചരണത്തിലുണ്ട്, അതൊക്കെ ഉണ്ടോ? അങ്ങനെ ഒരു സാധനം ഉണ്ട്. ഇനി നേരെ ഉല്ലാസേട്ടനിലേക്ക്. ഉല്ലാസേട്ടന്റെ പാട്ട് ഒന്ന് കേൾക്കണം. जब दीप चले आना, जब शाम चले आना, जब दीप चले आना, जब शाम चले आना, संगे दो मिलन का भूल न जाना, मेरा प्यार न बिसराना, जब दीप जले जाना, जब शाम ढले आना. പാട്ട് ഇപ്പോഴും നമ്മൾ കൺട്രോളിലോട്ട് വന്നിട്ടില്ല. അസലായിട്ട് പാടിട്ടോ ചേട്ടാ. ഇതാണ് ഇവരെല്ലാരും കൂടെ ചേരുമ്പോൾ ഒരു സുഖം എന്ന് പറയണേ. ലക്ഷ്മി ഇപ്പൊ സ്റ്റാർ മാജിക് നിർത്തിയതിനു ശേഷം ഞാൻ ഒരുപാട് ഇനാഗ്രേഷന് കാണാറുണ്ട്, വൈറ്റ് ഗോൾഡിന്റെ പരസ്യത്തിലും കാണാറുണ്ട്. ടി വി വെച്ചാൽ ലക്ഷ്മി മാത്രമേ ഉള്ളൂ. പരസ്യം ഏതെങ്കിലും എല്ലാ ചാനലിലും ആ പരസ്യം വരുന്നുണ്ട്. എനിക്ക് പുതിയൊരു ഇതായിട്ട് തോന്നിയെന്ന് അറിയാമോ, സ്റ്റാർ മാജിക്കിലൊക്കെ പണ്ട് ഒരു മുളിപ്പാട്ടൊക്കെ പാടുന്നു. ഏത് ഇനാഗ്രേഷൻ പോയാലും ഇപ്പൊ പാട്ട് പാടുന്നുണ്ട്. പാട്ട് പാടാണ്ട് ആൾക്കാർ വിടുന്നില്ല. അപ്പൊ ഏതെങ്കിലും ഒരു 2 ലൈൻ പാട്ട് എല്ലാവർക്കും ഇഷ്ടമാണ് ലക്ഷ്മി പാടുന്നത്. ഉല്ലാസന്റെ കൂടെ പാടാൻ പറ്റുന്ന പാട്ട് തന്നെ പാടാം. കാണുമ്പോൾ പറയാമോ കരളിലെ അനുരാഗം, നീ ഒരു കുറിയൻ കാറ്റേ. ഇത് ഉല്ലാസേട്ടങ്ങി ഇരിക്കുമ്പോഴേ ഇത് എഡിറ്റ് ചെയ്ത് കളയുമെന്ന് എനിക്കറിയാൻ പറ്റില്ല. ഒരുപാട് പേർക്ക് ചോദിക്കാനുള്ള ചോദ്യമാണ്. ചിലപ്പോൾ ഉല്ലാസേട്ടനെ ഇഷ്ടപ്പെടില്ല ചോദിക്കുന്നത്. ചേട്ടന് കുറച്ച് കാലം ഒരു പ്രമുഖ ചാനലിൽ വർക്ക് ചെയ്തായിരുന്നു. വർക്ക് ചെയ്ത് ചേട്ടനായിരുന്നു ആ ഷോ കൊണ്ട് നടന്നു വെച്ചത്.
ഞങ്ങൾക്ക് എല്ലാവരും ഫാനാണ് ആ ഷോയുടെ സ്കിറ്റ്, പ്രത്യേകിച്ച് സ്കിറ്റൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ട്രെൻഡിങ് ആയിരിക്കുന്ന സ്കിറ്റും ആ പരിപാടി തന്നെ ആ ചേട്ടൻ്റെ പേരെല്ലാം അറിയപ്പെട്ടത്. മാത്രമല്ല ഒരുപാട് അത് എല്ലാവർക്കും അറിയാമെന്ന് പറയാം. ഞാൻ എൻ്റെ നാട്ടുകാർ മുഴുവനും ചേട്ടനെ ഇഷ്ടപ്പെടാൻ കാര്യം ഇങ്ങനെയുള്ള ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ചേട്ടൻ്റെ സ്റ്റൈലിലുള്ള സ്കിറ്റ് അവിടെയും കളിച്ചിട്ടുണ്ട്. ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരുണ്ട് ഇവിടെ, നമ്മൾ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യണത്. ആ ഒരു പരിപാടിയുടെ പേരൊക്കെ മാറ്റിയിട്ട് വേറെ ഒരു ഇതാക്കിയായിരുന്നു. അപ്പോൾ ചേട്ടനോട് വർക്ക് ചെയ്ത് ചേട്ടനെ പോലും എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരൊക്കെ അതിൽ ജഡ്ജായിട്ട് ഇരിക്കുന്നുണ്ട്. ചേട്ടൻ അവരുടെ മുന്നിലും കളിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ചേട്ടനെ ഇപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോഴും പോലും അവർ ജഡ്ജായിട്ട് വിളിക്കുക. അവർക്ക് ചേട്ടൻ എന്തെങ്കിലും പറയാനുണ്ട്. ഒരുപാട് ആൾക്കാർ ചോദിക്കാൻ ആഗ്രഹിച്ച ചോദ്യമാണ്. അതൊക്കെ അവരല്ലേ തീരുമാനിക്കേണ്ടത്. അല്ല, ഞാൻ നോക്കുമ്പോൾ ചേട്ടനെക്കാട്ടും സീനിയറിറ്റി കുറഞ്ഞ ആൾക്കാരാണ് ആ സ്ഥാനത്ത് നിൽക്കുന്നത്. ഇവിടെ സീനിയോറിറ്റി ഒന്നും അല്ല ബിനീഷ് ഇതിനകത്ത് കാര്യങ്ങൾ. ഇതൊക്കെ ഓരോരുത്തരുടെ മനസ്സാണ്. അവർ അത് അറിഞ്ഞ് ചെയ്യുവാണെങ്കിൽ ഓക്കെയാണ്. നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. ഇതങ്ങനെ ചേട്ടൻ അങ്ങനെ വല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ കളിക്കാനായിട്ട്? എനിക്കങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ജീവിതമാണ്. നമുക്ക് ജീവിക്കണമെങ്കിൽ പൈസ വേണം. പൈസ വെക്കണം. ഞാൻ അവരുടെ മുമ്പിൽ കളിക്കാതിരുന്നുകൊണ്ട് എൻ്റെ മക്കൾക്ക് ചിലവിന് കൊടുക്കാൻ പറ്റും. നമ്മൾ പരാതി പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തെന്നറിയോ, ഇതിൻ്റെ അഭിപ്രായം പറയുന്ന ആളുകളും ഉണ്ടാവും. അപ്പം നമ്മൾ പരാതി പറയാൻ പോകില്ല. ഒരാളെ ജഡ്ജ് ചെയ്യാനൊന്നും ഞാനായിട്ടില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. പിന്നെ എല്ലാം തികഞ്ഞവരൊന്നും അല്ലല്ലോ. പിന്നെ നമുക്ക് വരാനുള്ളത് വന്നിരിക്കും, ഇല്ലേ ലക്ഷ്മി? നമ്മൾ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഈശ്വരനുണ്ട്, കലയുണ്ട് നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടെങ്കിൽ, ആ ഒരു ഫയർ ഉണ്ടെങ്കിൽ നമുക്കുള്ളത്. എന്നെ കാണുമ്പോഴേ തീരെ വയ്യാതെ കിടന്നിട്ട് നമ്മൾ ഇത്ര എത്തിയില്ലേ? എത്തി ഇനി നമ്മൾ വരും ബിനീഷ്. അതിനകത്ത് തീർച്ചയായിട്ടും ഒരു ചേട്ടൻ അന്ന് ഞാൻ കണ്ടത് ഇതുപോലെ സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായി. ഇപ്പൊ ചേട്ടനെ ഈ ഒരു ഫ്രെയിമിൽ കാണുമ്പോൾ ഒരു അസുഖമില്ല. ചേട്ടന് അടിപൊളി ചേട്ടൻ എനർജി ആയിട്ട് ഇതിനേക്കാൾ എനർജി ആയിട്ട് നമ്മൾ ചാനൽസിൽ നിന്നൊക്കെ കോള് വരുന്നുണ്ടോ? ഇപ്പൊ പറഞ്ഞ പോലെ ചേട്ടൻ ഒരു പരിപാടി ചെയ്തോണ്ടിരിക്കുന്നു ആ സമയത്ത്. ഇപ്പൊ നമ്മുടെ ഒരു ടീം സ്പ്ലിറ്റ് ആയില്ലയോ? അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ടീം സ്പ്ലിറ്റ് ഇൻ ദ സെൻസ് ചേട്ടൻ എന്താ ഉദ്ദേശിച്ചത്? നമ്മുടെ കുറെ നാളായിട്ട് നമ്മളൊരു സ്റ്റാർ മാജിക് അങ്ങനെ ഒരു വർക്ക് നടന്നു പോകല്ലായിരുന്നു. അത് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പോയില്ല. ഇപ്പൊ വേറെ പല ചാനലുകളിൽ മറന്നെന്ന് പറയാം ആൾക്കാർ. അങ്ങനെ മറന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. കുറച്ച് നാളത്തേക്ക് കുറച്ച് പേര് വരും, കുറച്ച് നാളത്തേക്ക് കുറച്ച് പേര് മാറി നിൽക്കേണ്ടി വരും. അത് സ്വാഭാവികമാണ്. 7 വർഷം 8 വർഷത്തോളം പിടിച്ചില്ലേ? ഞാനൊക്കെ 10 വർഷത്തോളം പിടിച്ചു നിന്നില്ലേ? കോമഡി സ്റ്റാർ തുടങ്ങി എത്ര വർഷം തൊട്ട് തുടങ്ങിയതാണ്. അപ്പോൾ പുതിയ ആൾക്കാർ വരുമ്പോൾ ചിലപ്പോൾ ചെറിയ ഇതൊക്കെ വരും, നമുക്ക് വരും. കാരണം അവരും വളർന്നു വരുന്നവരല്ലേ, അവർക്ക് അവസരങ്ങൾ വരും. അപ്പോൾ അവരെ സ്വീകരിക്കും ജനം. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മളെ ഒരുപാട് നാൾ കണ്ടില്ലേ. അപ്പോൾ ആ ഒരു ചേട്ടനൊക്കെ എത്ര കണ്ടാലും മടുക്കൂല. ഷോസ് ഒക്കെ ചാനൽസിൽ നിന്നൊക്കെ വിളിക്കുന്നുണ്ടോ? ചാനലിൽ നിന്ന് ഇപ്പോൾ ഒരു സപ്പോർട്ടും ഇല്ല, ഒരു ചാനലേ ഇല്ല. പിന്നെ ഞാനിപ്പോൾ അളിയൻസ് എന്ന് പറയുന്ന പരിപാടിയില്ലേ, അതിപ്പോൾ ഒരു എപ്പിസോഡ് ചെയ്ത് ഇന്നലെ ആ എപ്പിസോഡ് ടെലികാസ്റ്റ് വന്ന് ഇപ്പോൾ UK വരെ അത് കണ്ടിട്ട് തന്നെ ഒരു ഫ്രണ്ട് അത് അയച്ചു തന്നിട്ടുണ്ട് എനിക്ക്. അതിന് റെഗുലർ ആയിട്ട് ഉണ്ടാവും അളിയൻസില്? ഇല്ല, ഇടയ്ക്ക് വിളിച്ചതാ. റെഡി ആയിട്ടിരിക്കുകയാണ് അല്ലേ? മാത്രം മതി. അടിപൊളിയായിട്ട്. അതെ 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 അതെ. നമുക്കുള്ളത് നമ്മുടെ തേടി തന്നെ വരും. ശരി, ഇനി നിങ്ങൾ പ്രേക്ഷകര് കാണാത്ത, നമ്മുടെ കൂട്ടത്തിലുള്ള മെജോറിറ്റി ആൾക്കാരെ കാണാത്ത കുറച്ച് ട്രഷേഴ്സ് നമ്മുടെ കയ്യിലുള്ളത് ഇപ്പൊ റിവീൽ ചെയ്യാണ് കേട്ടോ. ടീമേ, ടീമിന് ടെൻഷനായി ഒളിച്ച് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടില്ലേന്ന്. ടീം സാധാരണ ഈ പുറം രാജ്യങ്ങളിലൊക്കെ പോയിട്ട് അബ്രോഡൊക്കെ പോയിട്ട് പാടാറുണ്ട് അല്ലെ? വഴി കൂടെ പോണവരെ വരെ ടീം വെറുതെ വിടില്ല എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണം. ബംബ്ലോണി എന്നായിരുന്നു ആ പുള്ളിയുടെ പേര്, ഡ്രൈവറുടെ. ഞങ്ങള് തായ്ലൻഡിൽ ട്രിപ്പ് പോയതാ. ആ സമയത്ത് ഐ എം എ ഫേമസ് സെലിബ്രിറ്റി ആൻഡ് സിംഗർ എന്നും പറഞ്ഞിട്ട് അറിയാത്ത മുറി ഇംഗ്ലീഷും വെച്ചിട്ട് പാട്ട് പാടിക്കൊടുത്താണ് മലയാളം പാട്ട്. നമ്മുടെ വൈബ്, കിടിലം വൈബ്, അതൊക്കെ കിട്ടിയെന്നേ. എന്താ ഇല്ല ചേട്ടാ, സൂപ്പറിന്റെ സത്യത്തിൽ ഞങ്ങളെ വഴിയിലിറക്കിയിട്ട് നോ മോർ സോങ്, യു പ്ലീസ് ഗെറ്റ് ഔട്ട്. എന്റെ കൂടെ ഒരു കൂട്ടുകാരൻ കൂടെ ഉണ്ടായിരുന്നു. പാട്ട് കഴിഞ്ഞ പറഞ്ഞ് വണ്ടി നിർത്തി പഞ്ചറായി എന്ന് പറഞ്ഞു. അപ്പൊ ബാക്ക് വീല് ഏറണ്ടാന്ന് നോക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ഇറങ്ങി ഏറണ്ടാന്ന് നോക്കിയപ്പോ നോക്കാൻ വേണ്ടി ഇങ്ങനെ വണ്ടി എടുത്തിട്ട് പോയി. ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റാർ മാജിക്കിൽ വന്നതിന് ശേഷം എന്താ പറയാ, ഒരുപാട് വിദേശ യാത്രകളൊക്കെ ടീം ചെയ്തിട്ടുണ്ട്. ടീം ഫ്ലൈറ്റിൽ മൂത്രമൊഴിച്ചിട്ടുണ്ടോ?
ഫ്ലൈറ്റിൽ മൂത്രം ഒഴിക്കാൻ പറ്റും ഇല്ല പറ്റുമോ? വെച്ചിട്ടുണ്ട്. ഭയങ്കര സൗണ്ടായിരുന്നു. പക്ഷെ ഫസ്റ്റ് ഫ്ലൈറ്റിൽ തന്നെ സീറ്റിൽ തന്നെ സംഗതി ഫ്ലൈറ്റിൽ കയറുമ്പോ പേടി. എനിക്ക് പേടിയായിരുന്നു ആദ്യം ഫ്ലൈറ്റിൽ കയറിയപ്പോൾ. മൂത്രം ഒഴിച്ചോ? ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറിയപ്പോൾ ഒരു പേടി, അത്രേ ഉള്ളൂ. അതാ അങ്ങനെ ഉണ്ടാവാതെ. ഇങ്ങനെ ഒരുപാട് നിങ്ങൾ കാണാത്ത, നിങ്ങൾ അറിയാത്ത ഒരുപാട് ട്രഷേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. അത് ഓരോരുത്തരായിട്ട് നമുക്ക് പതിയെ പുറത്തെടുക്കാം. ശരിക്കും ഭയങ്കര ഗോൾഡൻ മെമ്മറീസ് എന്ന് പറയും. നമ്മുടെ പാട്ട് വരുവാണല്ലോ. താപിനൊരു ഇഷ്ടപ്പെട്ടു നമ്മുടെ പാട്ട്. ഈ പാട്ടിന് ആസ്ഥാനത്തും കയറി പാടാന്നുള്ളത് ഏറ്റവും വലിയ എക്സാമ്പിൾ കണ്ടത്. തുടല്ലേ പാട്ട് വരും. ടീം എന്ന് പറയുമ്പോൾ തന്നെ രണ്ട് കാര്യങ്ങൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുക. ഒന്ന് പാട്ട്, രണ്ട് കുക്കിംഗ് ആയിരിക്കും ആദ്യം അല്ലേ? ഈ ജോജി ചേട്ടൻ ഒരു വീഡിയോയിൽ, ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്രെഡും സ്റ്റൂവും, അതും ബീഫ് സ്റ്റൂവും ഒക്കെ കൂട്ടി കഴിക്കുമ്പോഴൊരു സ്വാദ്. അത് എന്നിട്ട് കുറെ റീലുകളായിട്ട് ഇങ്ങനെ കറങ്ങി പോകുന്നുണ്ടായിരുന്നു ആ വോയിസ് ഓവർ പോലെ. ടീമിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്താ? ഞാൻ ഉണ്ടാക്കിയതിൽ വെറൈറ്റി ആയിട്ട് തോന്നിയത് ഒരുപാട് ആൾക്കാർ ട്രൈ ചെയ്ത ഒരു ഫുഡുണ്ട്. അമ്മച്ചി ഉണ്ടാക്കിയ മുട്ടപ്പപ്പടം. ഞാൻ ഉണ്ടാക്കിയതില് നമ്മൾ പുട്ട് കഴിക്കാൻ നേരത്ത് പുട്ട് കണയെന്ന് പറയും. പുട്ടിന്റെ മാട്ടം, ചെറിയ മാട്ടത്തില് ബീഫ് ഇട്ടിട്ട് വേവിച്ചിട്ട് അതിന്റെ ആവിയില് നമ്മള് ഇത് പുട്ട് വേവും ആ ആവിയില്. അപ്പൊ അത് ആദ്യം പിന്നെ തീവണ്ടി ഓടിക്കാൻ പറ്റില്ലല്ലോ. അല്ല, അതിന്റെ സ്ട്രോക്കിന്റെ മണം ഇങ്ങനെ കയറും. അത് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ 1 കിലോ ബീഫ് കാണിക്കുക. ബീഫ് നെയ്യുള്ള ബീഫ് കഴിക്കണം. നല്ല കഴുകി ഒരു കുക്കറിലേക്ക് ഇടുക. അത് ഇട്ടിട്ട് ഒരു സവാള 1 കിലോ, ഇതിന് 1.5 സവാള, ചെറിയ സവാളാണെങ്കിൽ 1.5 സവാള അരിഞ്ഞ കുക്കറിലേക്ക് ഇടുക. പച്ചവെള്ളം, വേപ്പില, ഇഞ്ചി ചെറുതായിട്ട് ചതച്ചിടുക. കറി മസാല എന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അതിൽ പട്ട, കറിയാമ്പ്, ഗ്രാമ്പ്, ഏലക്ക അങ്ങനെയുള്ള സാധനങ്ങൾ ഒരു ഇതെടുത്തിട്ട് അതും ചതച്ചടി ഇടുക. വേറെ ഒന്നും ഇട്ടിട്ടില്ല. മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒന്നും ഇടാനില്ല. അത് ഇട്ടിട്ട് നേരെ അങ്ങോട്ട് അടുപ്പിലേക്ക് വെക്കുക. ഗ്യാസ് അടുപ്പിലോ ഓരോ കുക്കറിൻ്റെ ഇത് വയ്ക്കും. എൻ്റെ വീട്ടിലെ കുക്കർ 13 വിസിലാക്കുമ്പോൾ അത് വേണത്. അപ്പോൾ ഈ ബീഫ് കഴിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, കുറച്ച് വെള്ളം കൂടുതൽ ഒഴിക്കുക സ്ട്രോക്കിന് വേണ്ടി. പുട്ട് സാധാരണ കുഴക്കുക. എന്നിട്ട് ഇത് വേവുമല്ലോ, ബീഫ് വേവുമ്പോൾ നല്ലൊരു മണം വരും. അതിൻ്റെ വിസിലൊക്കെ പോയിട്ട് ബീഫ് തുറക്കുക, നല്ലൊരു മണം വരും. അതുകൊണ്ട് ഒരു കയ്യിലെടുത്തിട്ട് സ്പൂണെന്ന് പറഞ്ഞാൽ കരണ്ടിയാണ് നിങ്ങളോട് പറഞ്ഞു, അതെടുത്തിട്ട് പുട്ട് കണയിലേക്ക് അതിന്റെ ഇറച്ചിയും അതിന്റെ സ്ട്രോക്കും കൂടി ഒഴിക്കുക. ഒഴിച്ചിട്ട് അതിങ്ങനെ തിളക്കം കയറുന്നിട്ട് സാധാരണ പുട്ട് ഉണ്ടാക്കണ പോലെ പുട്ട് ഉണ്ടാക്കുക. അപ്പൊ ഈ ബീഫിന്റെ ആവിയിൽ ഇങ്ങനെ ഞങ്ങളുടെ വേവും. എടുത്തിട്ട് അതിങ്ങനെ പൊക്കി എടുത്തിട്ട് അമ്മച്ചി കണ്ട കുത്തി തന്നെ ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് നമ്മൾ കുത്തി അങ്ങോട്ട് ഇടും. എന്നിട്ട് ആ പുട്ടിന്റെ ആ മാട്ടമില്ല, കുടത്തിൽ സ്ട്രോക്ക് കൊണ്ട് ബീഫ് കൊണ്ടല്ല, ചൂടോടുകൂടി അങ്ങോട്ട് ആ പുട്ടിലേക്ക് ഇടും. ആ പുട്ടും കൂടെ നനയും. കുറേ ബീഫിന്റെ കഷ്ണമൊക്കെ കിടക്കുന്നുണ്ട്. ആ ചൂടോടുകൂടി തന്നെ പാത്രം എടുത്തിട്ട് ഒരു ഊതണം. ഒരു മണം വരും. ഒരു പക്ഷെ ഊതിയില്ലെന്ന് വിചാരിക്കും. ഊതിയില്ലെന്ന് ചൂട് കണ്ട് കഴിവുള്ളൂ ആന്ന് പറയും. എന്നിട്ട് ഈ സാധനം എടുത്തിട്ട് കുറച്ച് ബീഫിന്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ആ ചാറും വെച്ചിട്ട് കഴിക്കലുണ്ട്. സ്വർഗം, സ്വർഗം. അതെ അതെ അതെ. അത് ഒരു കുറ്റി പുട്ട് കഴിക്കണതിന് പകരം 2 കുറ്റി പുട്ട് കഴിക്കും. അങ്ങനെ ചാലഞ്ച് ചെയ്യണം ബിനീഷ് ബാസ്റ്റർ. ഉണ്ടാക്കി നോക്കണം. ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തവരെ കമന്റും ചെയ്യണം. ഒരു കുറ്റി പുട്ടിന് പകരം 2 കുറ്റി പുട്ട് തന്നെയാണ്. അതൊരു അഹങ്കാരമല്ലേ? ശരി, പുട്ട് ബിരിയാണിന്ന് പേരിടാം, ബീഫ് ഉള്ളത് കൊണ്ട്. ആ പാട് ഒരു കുറ്റി പുട്ടിനുള്ള പൊടിയോ ഉള്ളെങ്കിൽ എന്ത് ചെയ്യും? അച്ഛൻ കുക്ക് ചെയ്ത് തരാറുണ്ടായിരുന്നോ പണ്ട് വീട്ടില്? മീൻകറി വെച്ച് തന്നിട്ടില്ലടാ. കൊടംപുളി ഇട്ട മീൻകറിയാണോ? ആഹാ, ആ ചുമന്ന കറി എണ്ണയ്ക്ക് ഇങ്ങനെ തെളിഞ്ഞ് അല്ലേ, നല്ല ഷാപ്പ് കറി. ഉല്ലാസന്റെ വില വെള്ളം വരണം. അയ്യോ, ഒരു കാര്യം, ഇറച്ചിയിൽ ഉപ്പിടാൻ മറന്നുപോയി. അയ്യോ വേണ്ട, ഉപ്പിടാ. അപ്പൊ അങ്ങനെ, അപ്പൊ ഈ റെസിപ്പീസ് ഒക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഉല്ലാസന്റെ പുതിയ സംരംഭങ്ങളൊക്കെ വരുന്നുണ്ട്. ആ സമയത്ത് ഈ മീൻകറി അവിടെ കിട്ടും അല്ലേ ഉല്ലാസേട്ടാ? അപ്പൊ ഇനി എന്താണ് ഭാവി പ്ലാൻ? നമ്മളൊന്നും കുറച്ചുകൂടെ ഒന്ന് ആരോഗ്യവാനാകണം. ഇപ്പൊ ട്രീറ്റ്മെന്റ് അപ്ഡേറ്റ്സ് എന്താണ് ഡോക്ടേഴ്സ് പറയണേ? ഈ തെറാപ്പി മുടക്കരുതെന്നാണ് പറയുന്നത്. ഇപ്പൊ തൽക്കാലം തെറാപ്പി മുടങ്ങി നിൽക്കുകയാണ്. എന്നാലും നമ്മൾ എത്രയും വേഗം വീണ്ടും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം. ലൈക്ക് എന്തുകൊണ്ടാണ് മുടങ്ങി നിൽക്കണേ? നമ്മുടെ ഫിനാൻഷ്യൽ ഇതുകൊണ്ടാണ്. ഫിനാൻഷ്യൽ ഉണ്ട്, പിന്നെ ഇപ്പൊ ലോണും കാര്യങ്ങളൊക്കെ. ലോൺ എങ്ങനെയാ ഇപ്പൊ ചേട്ടന്റെ ഇപ്പോഴത്തെ ഇൻകം?
ലൈക്ക് അന്ന് ചേട്ടൻ അപ്പിയർ ചെയ്ത സമയത്ത് ഇതുപോലെ ഒരുപാട് പേരൊക്കെ ഉണ്ടായിരുന്നു സഹായിക്കാനൊക്കെ. ഹോസ്പിറ്റലിന്റെ കേസ് കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് അങ്ങ് പോയി. ഇപ്പൊ ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് 1-2 ലോണും കാര്യങ്ങളും ഉണ്ട്. അതാണ് ഒരു പ്രതിസന്ധിയായിട്ട് നിൽക്കുന്നത്. അപ്പൊ അതിനൊരു നല്ല സ്ഥിരമായിട്ടൊരു വരുമാനം വേണം. അപ്പൊ അതിനുവേണ്ടിയാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തുടങ്ങിയ ആ സ്ഥാപനം കുറച്ച് ഉള്ളിലായി പോയത് കാരണം എല്ലാവർക്കും ഇന്ന് എത്തിപ്പെടാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ അത് MC റോഡ് സൈഡിലോട്ടൊന്ന് മാറ്റി എല്ലാവർക്കും അന്നും പോയി നല്ലപോലെ കച്ചവടം കിട്ടുന്ന രീതിയിലായി കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ല. നല്ല തീരുമാനം. ദൈവം അനുഗ്രഹിച്ച് അത് എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ. അത് ഞാൻ പറഞ്ഞ എൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഒരു പരിഹാരമായി തീരാനും സാധിക്കുന്നെങ്കിൽ ഏറ്റവും വലിയൊരു സന്തോഷമായിരിക്കും എന്ന് വിശ്വാസം. ഈ സ്വപ്നങ്ങളൊക്കെ നടക്കാൻ ഇപ്പൊ അദ്ദേഹത്തിനൊരു ഇൻകം കൂടി ആവും. 1.5 വർഷം കൂടെ വേണ്ടി വരും. അപ്പൊ ഇനി ഹോട്ടലൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് അതൊരു റെഗുലർ ഒരു ഇൻകം ആയിട്ട് ഉല്ലാസേട്ടന്റെ കയ്യിൽ കിട്ടിയാൽ അതും വളരെയധികം ഹെൽപ്പായിരിക്കും. ചേർത്ത് പിടിക്കാൻ തോന്നുന്നവർ ചേർത്ത് പിടിക്കാന്നുള്ള റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ നമ്മുടെ സൈഡിൽ നിന്ന്. സ്ഥലം ഇപ്പൊ മാറുകയാണല്ലോ. ഏറ്റവും ആദ്യം മുന്തിരിപ്പന്തൽ എന്ന പേരിട്ടിരുന്നത് നമുക്കപ്പം ഉല്ലാസേട്ടന്റെ പേരിൽ തന്നെ അറിയപ്പെടണം. എന്നാലേ 4 ആൾക്കാര് MC റോട്ടിൽ പോകുമ്പോ ഇത് നമ്മുടെ ഉല്ലാസ് പന്തളത്തിന്റെ അല്ലേ എന്നുള്ളത് തോന്നുള്ളൂ. ശരിയല്ലേ? പേരിടാൻ വേണ്ടിക്ക് ലക്ഷ്മി നക്ഷത്രം തന്നെ. കാരണം ഗെയിമിനൊക്കെ ആ സ്പോട്ടിൽ ഒരുപാട് വൈറലായ ഗെയിമുകളുണ്ട്. ജോലി എടുത്ത് മറന്നുപോയി അളിയാ. പെട്ടെന്ന് ഒരു ഉല്ലാസേട്ടൻ മനസ്സിൽ എന്തെങ്കിലും പേരുണ്ടോ? ഇല്ലേ ഞാൻ പേരിടാം. ഉറപ്പാണോ? ഞാൻ പേരെടുത്തേ പേരിട്ടതിനത് പേര് തന്നെ നിൽക്കായിരുന്നു. നമുക്ക് മുന്തിരിപ്പന്തൽ എന്നുള്ളത് മാറ്റിയിട്ട് ഉല്ലാസേട്ടന്റെ പുതിയ ഹോട്ടൽ ആയതുകൊണ്ട് ഉല്ലാസപ്പന്തൽ എന്നിടാം. അടിപൊളി. ഉല്ലാസപ്പന്തൽ ബൈ ഉല്ലാസ് പന്തളം സെറ്റാണോ? അടിപൊളിയാവട്ടെ. ടീമിന്റെ ലൈഫിലെ ആഗ്രഹം എന്താ? ഒരു കുഞ്ഞിക്കാലം കാണണം എത്രയും പെട്ടെന്ന്. അതല്ല എന്റെ ആഗ്രഹം. അമ്മച്ചിക്ക് ഒരു ആഗ്രഹം കൂടി ഉണ്ട്, കല്യാണം ഒരാഗ്രഹം. രണ്ടാമത്തെ ഒരു ആഗ്രഹം കൂടി ഉണ്ട് അമ്മച്ചി. ചേട്ടന്റെ കല്യാണം അമ്മച്ചിയുടെ ഏറ്റവും വലിയ ആഗ്രഹം. അതാണ് എനിക്കൊരു വീട് വെക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും വീടായി, ഞങ്ങൾ 4 മക്കളില്. എനിക്കൊരു വീട് വെക്കണമെന്നൊരു ആഗ്രഹം അത് എൻ്റെ ബ്രദറിന്റെ വീടാണ്. പിന്നെ എനിക്ക് നഷ്ടബോധം വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാർ മാജിക് പോലത്തെ ഒരു ഷോ നിന്നുപോയത് എനിക്ക് ഭയങ്കര നഷ്ടമാണ്. എൻ്റെ മനസ്സിൽ എനിക്ക് നഷ്ടബോധം തോന്നാറുണ്ട്. എനിക്ക് അങ്ങനത്തെ ഒരു ഷോയിൽ നമ്മുടെ പഴയ ടീമൊക്കെ വന്ന് നമുക്ക് ഒന്നും കൂടി ഒന്ന് പെർഫോം ചെയ്യാനുള്ളൊരു ആഗ്രഹം. മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. പാതിരാത്രിയൊക്കെ അവിടെ ഷൂട്ടിങ് നടക്കാൻ നേരത്തെ 1 മണിയൊക്കെ നമ്മൾ ചിരിക്കുന്നു, 12 മണിക്കൊക്കെ ചിരിക്കുന്നു. എങ്ങായിക്കാൻ കാരണം തന്നെ അതൊക്കെ ആ ഒരു പരിപാടിയായിരുന്നു. അതുപോലത്തെ ഒരു പരിപാടി. പിന്നെ സിനിമ, അങ്ങനെയുള്ള കാര്യങ്ങൾ, വിജയ് സാറിനെ കാണുന്നു, അങ്ങനെയൊക്കെ. എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും സാധിക്കട്ടെ എന്ന് മാത്രം പറയാനുള്ളൂ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ആരോഗ്യത്തോടുകൂടി ഇരിക്കുക, സ്റ്റേ ഹാപ്പി. ഞങ്ങൾ പൂർവ്വ ശക്തിയോടുകൂടി തിരിച്ചു വരും എന്ന് മാത്രം പറയട്ടെ. ആൻഡ് ഇനി നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ഉണ്ട്. ഈ പരിപാടിയിൽ വന്നിട്ട് ഞാൻ നിങ്ങളെ വെറും കൈയോടുകൂടി വിടാൻ പാടുണ്ടോ? സാറ് തരുന്ന പ്രൈസാണ് സർപ്രൈസ്. അതെ, സാറല്ല, ഇത്തവണ മാഡം ആണ്. മാഡം എങ്ങനെയുണ്ട്? ടിഫിൻ ബോക്സാ? ടിഫിൻ ബോക്സ് അല്ല, ഇതാണ് എന്റെ പുതിയ ഐറ്റം. ഇതാണ് എന്റെ പൂക്കി ക്യാമറ. എങ്ങനെയുണ്ട്? ക്യൂട്ടല്ലേ? അപ്പോ ഇത് നമ്മൾ എങ്ങനെ ചെയ്യണ്ടെന്നുണ്ടെങ്കില് ഇങ്ങനെ നമ്മൾ ഓൺ ചെയ്യാ. ഇതിങ്ങനെ ഹലോ എന്ന് വരും, പാട്ടൊക്കെ വരും. അടിപൊളിയാ. ഇത് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാനാണ്. ഇനി എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ഫോട്ടോ എടുത്താലോ? അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് എടുത്തു തരാം. ശരിക്കുള്ള ചേട്ടാ, ഈ പൂക്കി ക്യാമറയില് പൂക്കി എക്സ്പ്രഷൻസ് എത്രത്തോളം നിങ്ങൾക്ക് ഇടാൻ പറ്റുന്നതാണ് ഇതിലെ ഹൈലൈറ്റ്. മറ്റുള്ളവരെ ചിരിപ്പിക്കണം. റെഡി? ഞങ്ങള് ഭയങ്കര അടിപൊളിയാ. സാധനം പറഞ്ഞണ്ട, വേറെ ലെവലാ. ഹായ് ദേവേ, എന്റെ പൂക്കി ക്യാമറ പണി വരല്ലേ. പടം തുടങ്ങട്ടെ. എന്തൊരു ഭംഗിയല്ലേ? കളറല്ലേ? ഇഷ്ടമായി ഉല്ലാസേട്ടാ? സൂപ്പർ. പരിപാടിക്ക് വന്നിട്ട് ഇനി പേയ്മെന്റ് തന്നില്ല എന്ന് പറയരുത്. ഇതാണ് പേയ്മെന്റ്. ചേട്ടാ ലോ ബഡ്ജറ്റ് പെടാണ്. ഓ, ഇവിടെ ആറ്റിറ്റ്യൂഡ് ഇട്ടിരുന്നു തുടങ്ങി. ലോ ബഡ്ജറ്റ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആടാ. അയ്യോ, പേടിപ്പിക്കാൻ. താടി മീശ എന്തായാലും കാണണ്ടേ? ഓക്കെയാണോ? ചിരിക്കണോ? എക്സ്പ്രഷൻ ഇടണോ? ഈ എക്സ്പ്രഷനിലാണ് വിജയ് പടത്തിൽ അഭിനയിപ്പിച്ചല്ലേ? അയ്യോ, ആ വിളിക്കുന്നുണ്ട്. അയ്യേ, ഞാൻ തന്നെയാണോ ഇത്? അമ്മ എന്തെങ്കിലും തരണേന്ന്.
ക്യൂട്ടല്ലേ? KSRTCയിലെ ടിക്കറ്റ് സോ ബ്യൂട്ടിഫുൾ മെമ്മറീസ് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് എന്താ പറയാ, എന്റെ പൂക്കി ക്യാമറയും ഉണ്ടാവട്ടെ എന്റെ കൂടെ. ഇന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ സെൽഫി എടുക്കാം. ഓക്കെ. അപ്പൊ തന്നെ പത്രത്തിലും വന്നു. കിട്ടിളിയാ കിട്ടി. അമ്പ വാട്ട് എ ഫോട്ടോ. എന്റെ ലിപ്സ്റ്റിക്കിന്റെ കളർ വരെ കാണാം. ഞാൻ ഇന്ന് ക്യാമറയിൽ ഫസ്റ്റ് കാണിച്ചു കൊടുക്കട്ടെ. ഇതാണ് ഫോട്ടോ. വാട്ട് എ മെമ്മറി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ആൻഡ് നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്താ പറയുക, ഉല്ലാസേട്ടനെ സ്പെഷ്യലി ഇൻക്ലൂഡ് ചെയ്യണമെന്ന് മാത്രമേ പറയാനുള്ളൂ. ആൻഡ് ഒരു സ്പെഷ്യൽ താങ്ക് യു ഞാൻ ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് വൈറ്റ് ഗോൾഡിനോട് പറയുകയാണ്. അവർ മെയിൻ സ്പോൺസർ വൈറ്റ് ഗോൾഡ്, അതുപോലെ തന്നെ കുലബി ബൈ ലക്ഷ്മി. അപ്പോൾ ഇന്ന് ഇവർക്ക് ഒരു ചെറിയ എനിക്കൊരു കുഞ്ഞ് ബ്രാൻഡ് ഉണ്ട് ചേട്ടാ, ആ ബ്രാൻഡുള്ള സാരിയാണ് വൈഫിന് കൊടുക്കണം, ഒരു ഗിഫ്റ്റ്. ടീമിന്റെ അടുത്ത് വൈഫിന് കൊടുക്കണം എന്ന് പറയാ. ടീമിന്റെ കല്യാണം കഴിഞ്ഞു. അപ്പോ എന്താ പറയാ, എന്റെ അന്വേഷണം വൈഫിന്റെ അടുത്ത് പറയാ, ടീമിൻകാരുടെ അടുത്ത് പറയാ. അല്ല ചേട്ടാ, ഹാപ്പിയാണോ? ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ എന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയതിൽ ഒരുപാട് സന്തോഷം. പിന്നെ അത് മാത്രമല്ല, എനിക്ക് ഈ അസുഖം വന്നത് മുതൽ ഈ നിമിഷം വരെ എൻ്റെ രോഗവിവരവും എൻ്റെ സുഖവിവരവും എപ്പോഴും വിളിച്ച് തിരക്കുന്ന എൻ്റെ ഒരു പ്രിയ സഹോദരിയാണ് ലക്ഷ്മിയുടെ ഈ ആദ്യ സംരംഭത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും എൻ്റെ കുടുംബത്തിന്റെ പ്രാർത്ഥനയും ഇപ്പോൾ ഉണ്ടാവും. താങ്ക് യു സോ മച്ച്. തിരിച്ചു പ്രാർത്ഥനയിൽ ഉല്ലാസേട്ടനെ ഓർക്കാന്ന് മാത്രമേ പറയാനുള്ളൂ. ടീമേ ഹാപ്പിയാണോ? ഹാപ്പിയാണ്. നമുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റണത് തന്നെ ഏറ്റവും വലിയ കാര്യം. നമുക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തികളിൽ നിങ്ങളാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർ. അപ്പോൾ അവരുടെ പിന്നെയും വർക്ക് ചെയ്യാൻ പറ്റി, ഇനി തുടർന്ന് വർക്ക് ചെയ്യാൻ പറ്റട്ടെ. അപ്പോ വി ആർ വെയിറ്റിംഗ് ടീമിന്റെ ഭാഷയില്. അപ്പൊ അങ്ങനെയുള്ളൂ. അപ്പൊ എന്തായാലും അടുത്ത എപ്പിസോഡ് ടീം എന്ന് പറഞ്ഞാൽ വേറെ സ്റ്റൈലാണ്. ഐ ആം വെയിറ്റിംഗ്. This is Lakshmi Nakshatra saying bye-bye from Sit Up with Lakshmi. Come along, sing this song and step. Set it up with Lakshmi Nakshatra, next level.